കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. കൂട്ടുകാരുടെ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ചില ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ കിട്ടുന്ന കാണുമ്പോൾ പലതും അത് ചെയ്യാതെ വിടുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ പത്രക്കാരെക്കുറിച്ച് മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് നമ്മളുടേതായ അഭിപ്രായങ്ങളായിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം മാധ്യമങ്ങൾ എവിടെയാലും അവർ നമുക്ക് പാര പണിതിട്ട്, അതായത് ഭരണത്തിനും CPIM-നും എതിരെ പാര പണിയും, എന്നിട്ട് അതിനെ ഇടിച്ചു താഴ്ത്താവുമെന്ന് നോക്കും. ഭരണത്തെയും CPIM-നെയും ഒക്കെ, പാർട്ടിയൊക്കെ, LDF-നെയൊക്കെ. എന്നിട്ട് അവരവരുടെ ആ ആളുകളുടെ ആ കാഴ്ചക്കാർ കുറയുമ്പോൾ, വളരെ തീരെ താന്നു പോകുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയോ? CPIM-നെയോ ഭരണത്തെയോ നന്നായിട്ടൊന്ന് പൊക്കിയങ്ങ് പറയും. ആ പൊക്കി പറയുമ്പോഴോ ആ പൊക്കി പറയുന്ന വീഡിയോ എടുത്തുകൊണ്ട് കൂട്ടുകാരിങ്ങ് വരികയാണ് ഇതിനകത്തേക്ക് ഷെയർ ചെയ്യാൻ. എന്താ മനോരമയും മാതൃഭൂമിയും ഒക്കെ ഏതെങ്കിലും ഏത് TV ആയാലും, ഇനിയിപ്പോൾ അല്ല നമ്മുടെ BJP-യുടെ മാധ്യമമായാലും ശരി, ആരുടെ ആയാലും ശരി, അവരിങ്ങോട്ട് എടുത്തുകൊണ്ട് വരികയാണ് അത് ഷെയർ ചെയ്യാൻ. അവരുടെ ആ ഒരു കാരണം അത് എന്തിനാണെന്നറിയാമോ? നമ്മളെക്കൊണ്ട് തന്നെ നമുക്കിട്ട് പാര പണിയുന്ന പണിയാണ്. അവരെ ഉയർത്തുന്നത് ആവശ്യമാണെന്നേരം അത്രയും താഴെ പോകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? ഭരണത്തെ ഈ കാണുന്ന ഇടതുപക്ഷത്തെയൊക്കെ കുറ്റം പറഞ്ഞാൽ അത്രയും ആൾക്കാരങ്ങ് കുറയുമ്പം മറ്റത് കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് കുറവ് വരുന്നത്. ഇപ്പോൾ കൂടുതൽ നിൽക്കുന്നത് ഇടതുപക്ഷത്തിനുള്ള മെജോറിറ്റിയാണ്. ഇടതുപക്ഷത്തിനാണ് കൂടുതലും അംഗങ്ങൾ സപ്പോർട്ടായിട്ടുള്ളത് നിൽക്കുന്നത്, ഭരണത്തിനുമൊക്കെ. അപ്പോൾ അത് മറ്റുള്ളവർ കുറവാണ്. ഈ പത്രം വായിക്കുന്നവരും TV വായിക്കുന്നവരൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെ അവർ മാത്രം കാണുമ്പോൾ എന്ത് ചെയ്യും? TVയുടെയൊക്കെ ആ നിലവാരം താഴോട്ടിടിഞ്ഞു പോകും. അപ്പോൾ അവർ എന്ത് ചെയ്യും? CPM-നെയും ഒക്കെ അങ്ങ് സുഖിപ്പിക്കാൻ വേണ്ടി, ഭരണത്തെയൊക്കെ അങ്ങ് സുഖിപ്പിച്ച്, കണ്ടോ അതങ്ങ് അങ്ങനെ ചില വാർത്തകൾ പരത്തിക്കാടോ അവരൊക്കെ അങ്ങ് പറയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ സന്തോഷത്തോടു കൂടി അതിങ്ങനെ ഷെയർ. കണ്ടില്ലേ മനോരമ ഇങ്ങനെ പറയുന്നു, കണ്ടില്ലേ മാതൃഭൂമി ഇങ്ങനെ പറഞ്ഞു, കണ്ടില്ലേ ശ്രീകണ്ഠൻ നായരും ഇങ്ങനെ പറഞ്ഞു. അതെ, അവർക്കും ഇത് തന്നെയാണ് ആവശ്യം. ഇത് നമ്മുടെ അണികൾക്കിടയിലൂടെ, അനുഭാവികൾക്കിടയിലൂടെ ഇവരെ പൊക്കി കാണിക്കുക. അവർ നല്ലതൊക്കെ പറയും കേട്ടോ. അപ്പോഴല്ലേ ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ലതെന്താ പറയുന്നത് നോക്കി കാണാനും അവരുടെ ആ ഇത് വർദ്ധിപ്പിക്കാനും ഒക്കെ നിൽക്കുള്ളൂ. അപ്പോൾ പരമാവധി അതൊക്കെ എഴുതി അങ്ങ് വിട്ടാലും നമുക്ക് വായിക്കാനൊക്കെ കഴിയും. മനോരമ ഇങ്ങനെ പറഞ്ഞു, മാതൃഭൂമി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ 24 ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. ഇത് കുറേയൊക്കെ ഞാൻ ഒഴിവാക്കി കളയും, അത് തിരസ്കരിച്ച് കളയും. ചിലതൊക്കെ അതിനകത്തേക്ക് കൂട്ടുകാരുടെ ആഗ്രഹം ഇനിയിപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ പടക്കോട്ടുള്ളത് ഓർത്തേക്ക് ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്യും, അംഗീകാരം കൊടുക്കും. അപ്പോൾ അത് എൻ്റെ അഭിപ്രായം അതാണ്. അങ്ങനെയുള്ളത് വേണ്ടാന്ന് വെച്ചിട്ട് അവരെ എന്തിനാണ് നമ്മൾ പൊക്കി പറയുന്നത്? അവരെപ്പോഴും നമ്മളെ ചവിട്ടി താത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളവരെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ന്യായമായ കാര്യം പറയട്ടെ, സത്യസന്ധമായത് പറയട്ടെ. നുണ പറഞ്ഞ് അത് നമ്മൾ വിമർശിക്കുകയും ചെയ്യട്ടെ. നുണ പറയരുത്. ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാൻ പാടില്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ ഉണ്ട്. അത് ശരിയാണ്. കാരണം അവർക്കും നമ്മളെ ചവിട്ടി താത്തണം എന്നുള്ളത്. അതുകൊണ്ട് ഈ മനോരമയുടെയും 24-ൻ്റെയും അവരും പറഞ്ഞു ഇവരും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റുകൾ ഇടാതിരിക്കുക ദയവ് ചെയ്തതിന്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഞാനത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കുറേയൊക്കെ അങ്ങോട്ട് തള്ളിക്കളയും. കുറച്ച് ഒന്ന് അറിയാൻ വേണ്ടി 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ അതിനകത്തിടും. അത് ശ്രദ്ധിക്കുമായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.